നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു പുതിയ വാഹനം എടുക്കാൻ പോവുകയാണ്. അതായത് ഒരു പുതിയ വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ശരിക്കും നമുക്ക് കിട്ടിയൊരു വാഹനം ഒരുപാട് കിലോമീറ്റർ ഓടിയതാണോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് ഓടിയ വാഹനമാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. ശ്രേയസ് കൃഷ്ണയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: പുതിയ ഒരു കാറിൻ്റെ കിലോമീറ്റർ പ്ലഗ് ഊരിയിട്ട് ഷോറൂമിൽ നിന്നും തന്നെ അവർ കൂടുതൽ കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ച് പ്ലഗ് ഇൻ ചെയ്തിട്ട് കുറച്ച് രീതിയിൽ കിലോമീറ്റർ ഓടിയെന്ന് ധരിച്ച് നമുക്ക് കാറ് തരാൻ പറ്റുമോ? എവിടെയോ കേട്ടിരുന്നു കിലോമീറ്റർ പ്ലഗ് ഊരി കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ആകില്ലെന്ന്. ഇത് ശരിയാണോ? നല്ലൊരു ക്വസ്റ്റ്യൻ. ആർക്ക് വേണമെങ്കിലും സംശയം തോന്നുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംശയം, ഇത് കൂടുതൽ ഓടിയൊരു വാഹനമാണോ എന്നൊക്കെ പലർക്കും തോന്നൽ വരാം. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്ലഗ് ഊരി വിടുക അല്ല, ഫ്യൂസ് ഊരി വിടാൻ സാധിക്കും. അങ്ങനെ ഒരു ഫ്യൂസ് ഊരി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കിലോമീറ്റർ ഓടുന്നത് നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, പഴയ വാഹനമൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് VSS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെഹിക്കിൾ സ്പീഡ് അറിയാൻ വേണ്ടി ഒരു സെൻസറുണ്ട്. അല്ലെങ്കിൽ ആ സെൻസറിൻ്റെ കപ്ലർ ഊരി വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ നടക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് 4 ടയേഴ്സിലും സെൻസർ വരുന്നുണ്ട്. കാരണം ABS ആയതിനു ശേഷം VSS എന്ന് പറയുന്നൊരു സെൻസറെ മാറി എല്ലാ വീലിലും വീൽ സ്പീഡ് അറിയാൻ വേണ്ടി ഒരു സെൻസർ വന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ മാറട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്യൂസ് നമ്മൾ ഊരി വിട്ട് കഴിഞ്ഞാൽ കിലോമീറ്റർ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ 100% കിലോമീറ്റർ ഓടത്തില്ല. മീൻസ് കിലോമീറ്റർ ഓഡോമീറ്റർ റീഡിങ് കാണിക്കത്തില്ല, പക്ഷേ വാഹനം ഓടിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു മാൽ ഫംഗ്ഷൻ കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ട്രാൻസിറ്റ് വാഹനം തന്നെ, അതായത് ഒരുപാട് നാൾ ഷോറൂമിൽ കിടക്കാതെ പുതിയ വാഹനം തന്നെ തരാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പുതിയ വാഹനം എടുക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് പലപ്പോഴും പലർക്കും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം എടുക്കണം എന്ന് മനസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം പറ്റുന്നൊരു കാര്യമാണ് ധൃതി. അതായത് ഭയങ്കര സ്പീഡിൽ എനിക്ക് വാഹനം കിട്ടണം. അപ്പോൾ തിരക്കിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം വേറൊരു ഷോറൂമിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ കണ്ണൂരോ കാസർഗോഡൊക്കെ ഉള്ള ഷോറൂമിലായിരിക്കും ഉള്ളത്. അവിടെ നിന്ന് ഏതായാലും വാഹനം ക്രെയിനിലോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഫ്ലാറ്റ് ബെഡിലോ ഒന്ന് കയറ്റിക്കൊണ്ട് വരാൻ ചിലപ്പം സാധിക്കത്തില്ല, ഓടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അത്രയും കിലോമീറ്റർ നമ്മുടെ വാഹനത്തിൽ കയറുന്നതായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുക, കിലോമീറ്റർ ആണെങ്കിലും പ്രശ്നമില്ല, ഇത് ഊരിയിട്ട് ഓടിക്കേണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാത്ത പക്ഷം ആ ഒരു രീതി തന്നെ ആയിരിക്കും ചിലപ്പം ഇത് വരുന്നത്. നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മളൊരു പുതിയ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് ടൈം കൊടുക്കുക. അതായത് പുതിയ വാഹനം വരാൻ വേണ്ടിയുള്ള ടൈം കൊടുക്കുക. ഇനി അതല്ല, നമ്മൾ ഭയങ്കര ധൃതി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഓപ്ഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറ്റമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഒരു ധൃതിയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം എന്നുള്ള രീതി നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പം ഈ പ്ലഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫ്യൂസാണ്. ശരിക്കും ആ ഫ്യൂസ് ഊരി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ 100% ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നൊരു വ്യക്തിയായതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിനൊരു ഉത്തരം തന്നതിൻ്റെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും, ഒരു പുതിയ വാഹനമാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഒത്തിരി കിലോമീറ്റർ ഓടിയതാണോ അല്ലേ എന്നൊക്കെ, ടയറിൻ്റെ കണ്ടീഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടെ ഇടുക.